ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിൻ്റെ 4ാമത്തെ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ 19 മത്സരാർത്ഥികളുമായി ആരംഭിച്ച ഗെയിം മത്സരാർത്ഥികളുടെ എണ്ണം വളരെ കുറഞ്ഞ്, അതും പ്രത്യേകിച്ച് പുരുഷ മത്സരാർത്ഥികളുടെ എണ്ണം വളരെ കുറഞ്ഞ് മുൻപൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് എന്നായിരിക്കും വൈൽഡ് കാർഡുകൾ എത്തുക എന്നതാണ് ഇപ്പോൾ നിലവിലെ ചർച്ച. ഏതായാലും ഗെയിമിന്റെ നിലവിലെ ഗതി മാറ്റാനും ബിഗ് ബോസ് വീടിന്റെ നിലവിലെ ഗെയിമിനെ പ്രവചനാതീതമാക്കി മാറ്റാനും വൈൽഡ് കാർഡുകളുടെ എൻട്രി വളരെ അനിവാര്യമാണ്. ഇനി എന്നായിരിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡുകൾ കയറാൻ സാധ്യത എന്ന വിഷയം ചർച്ച ചെയ്യാം. ഒരു പക്ഷേ 4ാമത്തെ ആഴ്ച അവസാനിക്കുന്നതോടും 5ാമത്തെ ആഴ്ച ആരംഭിക്കുന്നതോടും കൂടിയുള്ള ഒന്നുകിൽ ലാലേട്ടൻ എപ്പിസോഡോട് കൂടിയോ അതിന് തൊട്ടു മുൻപോ അതിന് ശേഷമോ ആയി വൈൽഡ് കാർഡുകൾ എത്താനാണ് സാധ്യത. കാരണം ഇതാണ്, ബിഗ് ബോസ് വീട്ടിൽ ഒരു പവർ ടീമിന്റെ കാലാവധി 4 ആഴ്ചയാണ്. അതായത് ആദ്യം തിരിച്ച പവർ ടീമുകളും ഈ ആഴ്ച കൊണ്ട് അവസാനിക്കും. ഈ ആഴ്ച ക്യാപ്റ്റൻസിയിലൂടെ തിരഞ്ഞെടുക്കുന്ന പുതിയ ക്യാപ്റ്റൻ പുതിയ പവർ ടീമിനെ തിരഞ്ഞെടുക്കുകയും പുതിയ ടീമുകളെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യും. ഒന്നുകിൽ ഈ പുതിയ ടീം സെലക്ഷനും പവർ ടീം സെലക്ഷനും കഴിയുമ്പോൾ ഇവർ തയ്യാറാക്കിയ ടീമിനെ ഡിസ്റ്റർബ് ചെയ്യാൻ തരത്തിൽ തന്നെ ഇതിൽ ഓരോ ടീമുകളിലും ഉൾപ്പെടുന്ന രീതിയിൽ വൈൽഡ് കാർഡുകൾ എത്തും. അല്ലെങ്കിൽ ഇവർ ടീം തിരിക്കുന്നതിന് തൊട്ടു മുൻപായി വൈൽഡ് കാർഡുകൾ വീട്ടിലെത്തും. അതോടുകൂടി ഇപ്പോൾ ഇവർ നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ മനസ്സിൽ കാണുന്ന എല്ലാ സമവാക്യങ്ങളും പൂർണ്ണമായും തെറ്റും എന്ന് തന്നെ കരുതാം. ഇനി മറ്റൊരു സാധ്യത, വരുന്ന വൈൽഡ് കാർഡുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ടീം സെലക്ട് ചെയ്യാനോ ഇഷ്ടമുള്ള ഒരു ടീം മെമ്പറെ ഒരു ടീമിൽ നിന്ന് മാറ്റി അയാൾക്ക് പകരം ആ ടീമിൽ പോകാനോ ഒക്കെയുള്ള അധികാരങ്ങൾ, പ്രത്യേക അധികാരങ്ങൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ നടത്തുന്ന എല്ലാ ഗെയിമുകളും പ്രത്യേകിച്ചും എല്ലാ ഗ്രൂപ്പ് കളികളും നല്ല രീതിയിൽ മാറാനുള്ള ചാൻസ് ഉണ്ട്. പുതിയ വൈൽഡ് കാർഡുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊപ്പം കുറച്ച് പുതുമകൾ കൂടി ഉണ്ടാകാനാണ് സാധ്യത. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും, കഴിഞ്ഞ 3 ആഴ്ചയും പോയിരുന്ന ഒരു ഗെയിം സ്ട്രാറ്റജിയിൽ നിന്നും മാറ്റി ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിമുകൾ മത്സരാർത്ഥികളെ പരസ്പരം കോമ്പീറ്റ് ചെയ്യിക്കാനും അവർക്കിടയിൽ കുറച്ചെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവർക്കിടയിൽ ഗ്രൂപ്പുകൾ പൊളിക്കാനും ഒക്കെ ഉതകുന്ന തരത്തിലുള്ള ഒരു ഗെയിമാണ് ഈ ദിവസങ്ങളിൽ ബിഗ് ബോസ് നൽകുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്നതും പുതിയ ടീമുകൾ ഫോം ചെയ്യപ്പെടുമ്പോൾ അതിൽ ഉണ്ടാകാവുന്ന പുതിയ പ്രശ്നങ്ങൾ, അതിലൂടെ നേടിയെടുക്കാവുന്ന ഗെയിമിൻ്റെ സാഹചര്യങ്ങളെ കൂടുതൽ ഉപയോഗിക്കുക എന്നത് തന്നെയാണ്. ഏതായാലും ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യത്തോടു കൂടി വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് വീട്ടിൽ കയറാനാണ് സാധ്യത. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ആരൊക്കെ വൈൽഡ് കാർഡായി വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം?